പെൺകുട്ടിയാണ്. ആദ്യത്തവും പെൺകുട്ടി, രണ്ടാമത്തവും പെൺകുട്ടിയായി. അപ്പോൾ ഓൽക്ക് ഇത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞോടുകൂടെ ഓല് തന്തയും തള്ളയും മകനും അങ്ങനെ ഇറങ്ങിപ്പോയി. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ആരോപണവുമായി കുടുംബം. ഭർത്താവ് കക്കൂത്ത് സ്വദേശിയായ മുസ്തഫ യുവതിയെ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നും മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും കുടുംബം പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കഴിഞ്ഞ ജനുവരി 5-നാണ് എടപ്പറ്റ പാതിരിക്കോട് മേലേതിൽ അഷ്റഫിന്റെ മകളായ റിംഷാനയെ പെരിന്തൽമണ്ണയിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിംഷാനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് യുവതിയുടെ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് റിംഷാനയുടെ കുടുംബം. പിന്നെ ഈ കുട്ടിയുടെ 15 പാനത്തിന്റെ പണം ലേബർ റൂമിക്ക് പോകുമ്പോ കഴിച്ച് തള്ളയുടെ കജ്ജിക്കൊട്ടി ഇന്ന് വരെ ഞങ്ങളത് കണ്ടിട്ടില്ല. ആ 15 പാവനത്തിന്റെ പണ്ടം ഇന്ന് വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് കണ്ണ് കാണാത്ത പ്രസവത്തില് അതിന് കുറച്ച് ഭാഗ്യത് കൊണ്ടാണ് ആ കുട്ടിയുടെ കണ്ണ് കാണാതെ ആയത്. ഭർത്താവ് കക്കൂത്ത് സ്വദേശിയായ കൂരിക്കളത്തിൽ മുസ്തഫ റിംഷാനയെ നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും മരണകാരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും കുടുംബം പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മരണത്തിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് പിതാവ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ SP-ക്ക് കൊടുത്തിട്ടുണ്ട്. SP-ക്ക് നേരിട്ട് പോയി കൊടുത്തിട്ടുണ്ട് പരാതി. പിന്നെ ഇവിടെ സ്റ്റേഷനിലാണ് പോയി കൊടുത്തിരുന്നത്. അന്ന് അതിന് ശേഷം നമ്മൾ വന്ന് നമ്മളെ മൊഴി എടുത്തു. മൊഴി എടുക്കാൻ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടാണ് പിന്നെ SP-ക്ക് വരെ പരാതി കൊടുത്തിട്ട് ഓല് മൊഴി എടുക്കാൻ വന്നത് തന്നെ നമ്മളത്. അതുവരെ ഓല് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചോദിച്ചുമ്പോൾ ഓല് പറയണത് അത് ആത്മഹത്യ ആണെന്നാണ് നമ്മൾ നിഗമനം ഓല് പറയണത്. നമുക്കത് തീരെ ഒരു ഇതിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. റിംഷാനയുടെയും മുസ്തഫയുടെയും വിവാഹം കഴിഞ്ഞ് 9 വർഷത്തോളമായി. രണ്ടാമതും പെൺകുഞ്ഞാണെന്ന് പറഞ്ഞായിരുന്നു ഇവർക്കിടയിലെ പ്രശ്നമെന്നും കുടുംബം പറയുന്നു. ഐസിക്ക് കൊണ്ടുപോയി. പെൺകുട്ടിയാന്ന് അറിഞ്ഞേക്ക് ഇവരൊക്കെ ഇട്ടെറിഞ്ഞു പോയി. ഇവര് 4 ആളുണ്ടായിരുന്നു. ഒപ്പം 4 ആൾ ഇട്ടെറിഞ്ഞു പോയി. പിന്നെ ഇതിന് ഐസിക്ക് കൊണ്ടുപോയിട്ട് ഈ കുട്ടിക്ക് തള്ളന്നെ ലേബർ റൂമിൽ കൊണ്ടുവരാനോ ഒഴിവില്ല ഒരുക്ക്. അപ്പോഴത്തേനും ഓലൊക്കെ ഇട്ടെറിഞ്ഞു പോയി. എന്നിട്ട് കുട്ടിയുടെ ലേബർ റൂമിൽ കൊടുന്ന് 3-ാമത്തെ 4-ാമത്തെ ദിവസം ഇവര് വിളിച്ചു. മദ്യപാനിയായ മുസ്തഫയിൽ നിന്നും റിംഷാന നിരന്തരം പീഡനം അനുഭവിച്ചിരുന്നുവെന്നും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചു. പെരിന്തൽമണ്ണയിലെ ക്വാർട്ടേഴ്സിലാണ് റിംഷാന ഭർത്താവിനും കുടുംബത്തോടുമൊപ്പം താമസിച്ചിരുന്നത്. 7-ഉം 5-ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾക്കാണ് ഇവർക്കുള്ളത്. സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മകളുടെ മരണത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് മാതാപിതാക്കളായ അഷ്റഫ്, സുഹറ, സഹോദരൻ റിയാസ് എന്നിവർ പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20-ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.